എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ കെ അനിൽകുമാർ, അമിത്ഷാ എന്ത് കണ്ടിട്ടാണ് കേരളത്തിൽ 2026 NDA അധികാരത്തിൽ വരും എന്ന് പറയുന്നത് എന്നാണ് CPM വിചാരിക്കുന്നത്? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കേരളത്തില് RSS കടന്നു വരാൻ 6-7 ഘട്ടങ്ങളിലായി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് 1991 കെ കരുണാകരന്റെ കാലഘട്ടത്തിലാണ് KG മാരാർ എഴുതിയിട്ടുള്ള പാഴായ പരീക്ഷണം. ഒരു പുസ്തകം തന്നെയുണ്ട്. കോൺഗ്രസും BJPയും കൂടെ എങ്ങനെയാണ് സഖ്യം ചേർന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായൊരു പുസ്തകമാണ്. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർക്ക് വേണമെങ്കിൽ കുറെ കൂടെ വിശദാംശങ്ങൾ അതിൽ ചേർക്കാനുണ്ടാവും. അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളാണ് അമിത്ഷാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഭാഷാഭ്രാന്തൻ. അത്രയും വേണം. മലയാളം എന്ന ഭാഷ അംഗീകരിക്കുന്ന മലയാളിയുടെ മനസ്സിനകത്ത് ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്ന RSSന്റെ ആശയം അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ഭാഷാഭ്രാന്തൻ. അദ്ദേഹം പരാജയപ്പെട്ട ആഭ്യന്തരകാര്യമന്ത്രിയാണ്. ഒരു ഭരണകർത്താവ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായുടെ ദേശീയ തലത്തിലെ പെർഫോമൻസ് അല്ല നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത്. അപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17 മണ്ഡലങ്ങളിൽ, ഈ പറയുന്ന ജയിച്ച തൃശ്ശൂരിൽ മാത്രമല്ല, 17 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 മണ്ഡലങ്ങളിൽ BJP വോട്ട് കൂട്ടി. ഈ കണക്കുകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഊർജം. ശ്രീ അനിൽകുമാർ, കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആട്ടെ, ഇവര് രണ്ടുപേരും കുറെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ഇവരെന്താ പറഞ്ഞത്? രാഷ്ട്രീയ അഴിമതി ഇല്ലാത്ത പാർട്ടിയാണോ BJP? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി BJP ആണ്. തിരുവനന്തപുരത്തെ BJPയുടെ ആഫീസ് അഴിമതിയുടെ സ്മാരകമല്ലേ? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, എല്ലാ ജില്ലയിലും ഞാൻ ആഫീസ് കൊണ്ടു തരാം, നിങ്ങളാരും കാശ് മുടക്കണ്ട. ഇവിടെ മുഴുവൻ കള്ളപ്പണം കൈകാര്യം ചെയ്തില്ലേ? കൊടകര കുഴൽപ്പണം കേസ് കണ്ടുപിടിച്ചില്ലേ? ഇവിടെ മുഴുവൻ കള്ളപ്പണം വെച്ച് കൈകാര്യം ചെയ്യുമെന്നാണ് അമിത്ഷാ വന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അപ്പൊ 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയൊരു കൂട്ടർ, ഈ രാജ്യത്തെ ഭരണം തകർത്തൊരു കൂട്ടർ. അമിത്ഷാ മോദി അധികാരത്തിൽ ഇരിക്കുന്നത് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാനല്ല, പിണറായി സർക്കാർ ചെയ്യുന്ന പോലെ. സാധാരണക്കാരന്റെ സ്കൂൾ നന്നാക്കാനല്ല, സാധാരണക്കാരന്റെ ആശുപത്രി നന്നാക്കാനല്ല, കേരളത്തിൽ LDF ചെയ്യുന്ന വികസന മാതൃക ഉണ്ടാക്കാനല്ല മോദി അധികാരത്തിൽ ഇരിക്കുന്നത്, അമിത്ഷാ അധികാരത്തിൽ ഇരിക്കുന്നത്. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. അവര് കേരളത്തിനകത്ത് കോർപ്പറേറ്റ് അജണ്ടയായിട്ടാണ് വരുന്നത്. ഈ കാവി പതാകയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവതരിപ്പിക്കുന്ന ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കണക്കുകളുടെ വസ്തുതകളിലേക്ക് ഒന്ന് നോക്കാം. 2024 നവംബർ 5-ാം തീയതി CPMന്റെ അന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ റിപ്പോർട്ടിനകത്ത് CPM തന്നെ സ്വയം വിലയിരുത്തിയതാണ്. എങ്ങനെ കാണണം ശ്രീ അനിൽകുമാർ? 10 വർഷത്തിനിടെ 7% LDF വോട്ട് കുറഞ്ഞു. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അതെ, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിലയിരുത്തി. ആ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഹോംവർക്ക് ചെയ്തു. ആണോ? ഭയങ്കര. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ പരിസരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊക്കം കൂടിയത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗുകാരും SDP-ക്കാരും എല്ലാം കൂടി വോട്ട് തടുത്തു കൂട്ടി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടിക്കെട്ടുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. അതൊരു കൃഷിയാണ്. ആ കൃഷി ഞങ്ങൾ പൊളിച്ചു ചേലക്കരയിൽ. പക്ഷെ പാലക്കാട്ടെ ബലമല്ല ചേലക്കര വന്നത്. ചേലക്കര ബലം മാറാൻ കാരണം എന്താണ്? ഞങ്ങൾ ആ സ്വയം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കൃഷി ഞങ്ങൾ പൊളിച്ചു. അത് പൊളിച്ചു എന്നല്ലേ നിലമ്പൂർ കാണുന്നത്. നിലമ്പൂരെ ബലം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും 25,000-ത്തിലേറെ വോട്ട് ഞങ്ങൾക്കവിടെ വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. സർക്കാരുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പെടലിക്ക് ചവിട്ടിയതുകൊണ്ട് ചില തടസ്സങ്ങൾ വന്നു. നിങ്ങളങ്ങനെ സ്വയം പഠിച്ചതിന്റെ കൂട്ടത്തിലുള്ള ഒരു വരി കൂടിയാണ് ഞാൻ പറഞ്ഞത്. RSSന്റെ വളർച്ച, BJPയുടെ വളർച്ച കേരളത്തിൽ ഉണ്ട്, അതിനെ ചെറുക്കണം എന്നുകൂടി നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? CPMനെ തോൽപ്പിക്കാൻ പണ്ട് കോൺഗ്രസിന് ലീഗിനെ മാത്രം മതിയായിരുന്നു. ഇപ്പൊ ലീഗിനെ മാത്രം പോരാ, ജമാഅത്തെ ഇസ്ലാമിയും SDP-യും. ചോദ്യത്തിലേക്ക് താങ്കൾ എത്തുന്നില്ല. ലീഗിന്റെ കോണിയെ കയറി കോൺഗ്രസിന് ജയിക്കാനാകാത്ത അവസ്ഥ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് സതീശൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അല്ല ഇന്നത്തെ വിഷയം.
നമുക്ക് അത് എടുക്കുന്ന ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം പറയാനുണ്ടല്ലോ. ശ്രീ സന്ദീപ് വാചസ്പതി എങ്ങനെ കാണുന്നു ഈ വാദങ്ങളെ? മറുപടി എന്താണ്? പിന്നെ തുടങ്ങിയേക്കാം. ഇപ്പൊ ഇവിടെ CPIM-ന്റെ പ്രതിനിധിയുടെ വായിൽ നിന്ന് അബദ്ധത്തിലാണെങ്കിൽ ഒരു വാക്ക് വീണല്ലോ. നിലമ്പൂർ എതിരാളികളെല്ലാം കൂടെ സംഘടിപ്പിച്ചു, പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് പോയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചത്. എതിരാളികൾ സംഘടിച്ചാൽ എങ്ങനെയാ സ്വന്തം പാളയത്തിൽ വോട്ട് കുറയുക? അപ്പൊ കാലങ്ങളായിട്ട് മതമൗലികവാദികളുടെ വോട്ടുകളാണ് നിങ്ങളെ മാറി മാറി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇവിടെ CPIM-ന്റെ പ്രതി കുറെ കാര്യങ്ങൾ പറഞ്ഞു. KG മാരാർ ഏത് പുസ്തകമാണ് സാർ എഴുതിയത്? അത് അടിസ്ഥാനരഹിതമാണ്. കുഞ്ഞിക്കണ്ണൻ എഴുതിയ പുസ്തകത്തിലാണ് അതുള്ളത്. താങ്കൾ വെറുതെ KG മാരാർ എഴുതിയ പുസ്തകം എന്ന് പറയരുത്. കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ അതിലാണ് താങ്കൾ ഈ പറഞ്ഞ പരാമർശം ഉള്ളത്. ഇവിടെ കേരളത്തിലെ എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെ എഴുതി ഒന്നൊന്നും ആയിക്കോട്ടെ. മാരാർജി സ്മാരക മന്ദിരം എന്തോ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. എന്താണ് മിസ്റ്റർ അനിൽകുമാർ പിടിക്കാത്തത്? നിങ്ങളുടെ അല്ലായിരുന്നോ പോലീസ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തേ പിണറായി വിജയൻ സർക്കാരിന്റെ വിജിലൻസോ? ആരാ? പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഏജൻസികളല്ലേ അന്വേഷിച്ചത്? എന്തിനാ ക്ലീൻ ചിറ്റ് കൊടുത്തത്? ഞങ്ങൾ പറഞ്ഞിരുന്നോ? അതോ പിണറായി വിജയൻ BJP എന്ന് കേട്ടപ്പോൾ പിണറായി വിജയനെ മുട്ടിടിച്ചോ? അതോ AKG സെന്ററിന് മുട്ടിടിച്ചായിരുന്നോ? ഞങ്ങൾ പറഞ്ഞോ? ആരാ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചത്? ഞങ്ങളാ. എന്താ പിടിക്കാഞ്ഞത്? എന്ത് എന്റെ അണ്ണാക്കിലെ പിരിവിട്ടിയ അണ്ണാക്കിലെ പിരിവിട്ടിയാന്ന്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലയിലും ഓഫീസ് പണിതരാന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആര് പറഞ്ഞു? താങ്കളോട് ആര് പറഞ്ഞു? ഇതൊരു നടത്തു പോണ മാതിരില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ ഞാൻ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായി കേട്ടത് അത് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ ചാനലിൽ വന്നിരുന്ന അടിസ്ഥാനരഹിതമായിട്ടായ പോലും കാര്യങ്ങൾ പറയരുത്. ശ്രീ K. അനിൽകുമാർ, അല്ല, ഇന്ന് BJP പ്രഖ്യാപിച്ച അവരുടെ ഭാരവാഹി പട്ടികയിൽ 2 പേര് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് VC-മാരായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നവരാ. അതിനൊന്നും ഇല്ലേ? കോൺഗ്രസും BJP-യും തമ്മിലുള്ള അകലം നേർത്തില്ലാതെയാകുന്നതുകൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ പറ്റുന്നത്. ഇന്നലെ കോൺഗ്രസ് ആയിരുന്നവര് ഇന്ന് BJP ആകും, ഇന്ന് BJP ആയിരുന്ന സന്ദീപ് വാര്യര് കോൺഗ്രസ് പോകും. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവർ തമ്മിലുള്ള തർക്കത്തിലൊന്നും കാര്യമില്ല. ഈ 2 ആളുകളും നമ്മുടെ സമൂഹത്തെ വർഗീയവൽക്കരിക്കുകയാണ്. ജീവിതത്തിൽ 10-30 കൊല്ലക്കാലം ഈ കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ നിന്ന സന്ദീപ് വാര്യന് മതനിരപേക്ഷമാക്കാൻ പറ്റുമോ? CPM-ൽ ഒരാൾ ചേർന്നാൽ മാത്രമേ മതേതരവാദിയാവുകയുള്ളൂ എന്നുണ്ടോ? ഒരു BJP-യുടെ രാഷ്ട്രീയം മതേതരമല്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ BJP വിട്ടുവരുന്ന ഒരാളെ മതേതരവാദി എന്ന് വിശേഷിപ്പിക്കാൻ CPM-ൽ ചേരണോ? RSS-നെ CPM കൂട്ടുചേർന്ന ഒരു മുന്നണിയാക്കി എന്ന് പറയുന്ന കളവെന്തിനാ പറയണത്? പച്ചക്കള്ളല്ലേ പറയുന്നത്? കേരളത്തിന് പുറത്ത്, ബംഗാളിന് പുറത്ത്, ത്രിപുരയ്ക്ക് പുറത്ത് CPM ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ചേർന്നിട്ടുണ്ടോ? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഞങ്ങൾ 67 തൊട്ട് മുന്നണിയായിരുന്നു RSS എന്ന കളവ് പറയുകയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടേ 67 RSS-ഉമായിട്ട് കൂട്ടിക്കിടന്നിട്ട് പിന്നെ 67 കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞാണോ സുന്ദരയെ രാജിവെക്കുന്നത്? ഈ കോൺഗ്രസിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ചോണോ? ഞങ്ങളുടെ നേരെ വരരുത്. സുന്ദരയുടെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ വായിച്ചു തരാം. എന്നാൽ പി സുന്ദരയുടെ റെസിഗ്നേഷൻ ലെറ്റർ വായിച്ചു തരാം. വേണോ? എന്നാൽ 1977 പി സുന്ദരയുടെ റെസിഗ്നേഷൻ ലെറ്റർ വായിച്ചു തരണോ? വിട്ടു. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീ. അടിയന്തരാവസ്ഥയോടുള്ള പോരാട്ടത്തിന്റെ പേരിൽ RSS-മായി ചേരാൻ അനിൽകുമാർ, അതായത് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ കാര്യത്തിൽ കൈകോർത്തത് അന്ന് സുന്ദരയെ ചൂണ്ടിക്കാട്ടിയിരുന്നു കത്തിൽ എന്നാണ് സന്ദീപ് പറഞ്ഞത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സുന്ദരയെ കത്തിൽ പറയുന്ന കാര്യം പി സുന്ദരയെ നിങ്ങളുടെ നേതാവായിരുന്നില്ലേ? അദ്ദേഹം എഴുതിയ രാജിക്കത്തിൽ RSS-ഉമായി ചേരാൻ ഒന്നാമത്തെ റീസൺ കണ്ടു നോക്ക്. ഞാൻ ഉയർത്തി കാണിക്കുന്ന പി സുന്ദരയുടെ രാജിക്കത്തല്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ അല്ലെ, നമ്മളിപ്പോ താങ്കൾ തർക്കിക്കുകയാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാറില്ല. താങ്കൾ പറഞ്ഞോളൂ അനിൽകുമാർ, പറഞ്ഞോളൂ. മറ്റൊരാൾക്ക് ചർച്ച ചെയ്യാൻ അനുവദിച്ചതിൽ പരിശോധിച്ച് ഞാൻ പറയുന്നില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ.
ഞാൻ ചർച്ചയിൽ ചർച്ചയിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ? താങ്കൾ പറയാറില്ലേ? ഞാനില്ല, ഞാൻ നിങ്ങളുടെ ഈ പരിപാടിക്ക് ചർച്ചയ്ക്കില്ലെന്ന്. ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കില്ല. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചർച്ച നടത്തിക്കോ. കുട്ടികളെ പോലെ പിണങ്ങിപ്പോകുന്നു. അയ്യേ ഇത് പി സുന്ദരയുടെ രാജിക്കത്താണ് അനിലെ. അനിൽകുമാർ ഒരു മിനിറ്റ് കൂടി വേഗത്തിൽ കത്താണ്. ഈശ്വര, ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്ത് മറുപടി പറയാൻ ഇതൊരു ചർച്ചയുടെ ഭാഗമായി വരുന്ന അയ്യന്റെ മോനെ, ആ തർക്കത്തിന് മറുവാദം ഉന്നയിക്കലാണല്ലോ സാധാരണ ഇവിടെ പതിവ്. ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല മണ്ടാരെ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.